അള്ളാഹിന്റെ മുന്നിൽ സാക്ഷി പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഈ ആയത്തിനൊന്ന് വിവരിച്ചു കൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൻ ലിന്നാസ് എന്നാണ്, നല്ല സമൂഹം എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരായത്ത് വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചത് നമ്മളെ പറ്റി ഉമ്മത്തൻ വസത്തൻ എന്നാണ്. നമ്മളെല്ലാ നിലക്കും നീതിയുള്ളതായ ഒരു സമൂഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളും പറഞ്ഞു. ആ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ് വക്കദാലിക ജഅൽനാകും, നബിയെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിനെ ഉമ്മത്തും വസത്താക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. അതല്ലെങ്കിൽ ഈ അപ്രകാരം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകല്ല. എങ്കിലും അതിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം, ആ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ റാബിഉഹ യഅ്തമിലു ഇന്ദി അൻ യകൂന തഖ്ദീറു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഹാദിഹിൽ ജിഹാതു ബഅദ ഇസ്തിവാഇഹാ ഫീ ഖൗലിഹാ മിൽകൻ ലില്ലാഹി തആല ഖസ്സ ബഅദഹാ ബിമസീദി തശ്രീഹി വതക്രീം ബിഅൻ ജഅലഹു ഖിബ്ലതൻ ഫളലൻ മിൻഹു വഹിസാനാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ എല്ലാ ദിക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അധീനത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശുദ്ധമാവുന്നതായ കഅബത്തിനെ ഖിബിലയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു. അപ്പൊ കഅബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബിലയായി കൊണ്ട് നമുക്ക് നൽകിയതുപോലെ ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസത്താവുന്നതായ, വസത്ത് എന്ന് പറഞ്ഞത് ആ വാക്കിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കല്ല. മഹാന്മാരാവുന്ന ഇമ്മത്ത് പല അർത്ഥങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മത്ത് വസത്താവുന്ന, വളരെ നീതിമാന്മാരാവുന്ന, വളരെ വിശുദ്ധരാവുന്ന ഒരു ഉമ്മത്ത് എന്നാണ് നമ്മളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ആവുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ കൂട്ടത്തില് വിശുദ്ധന്മാരാവുന്ന, ഷഹാദത്തിനക്ക് പറ്റുന്നതായ, വസത്താവുന്നതായ ഒരു വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ് വസത്താവുന്ന ഉമ്മത്ത് ആയിക്കൊണ്ട് നിങ്ങളെ അല്ലാഹു ആക്കാനുള്ള കാരണം എന്താ? ലിതകൂനു ശുഹദാ അലന്നാസ്, എല്ലാ ജനങ്ങൾക്കും സാക്ഷി പറയുന്നവരാവണം നിങ്ങൾ. എല്ലാ ജനങ്ങൾക്കും എവിടുന്ന് സാക്ഷി പറയാം? മരണാന്തര ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അത് ദുന്യാവെന്നാണോ സാക്ഷി പറയേണ്ടത്, ആഖിറത്താണോ സാക്ഷി പറയേണ്ടത്? അയിമത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മുഫസ്സിരീങ്ങൾക്ക് അതിൽ അഭിപ്രായം. പക്ഷേ മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങൾ അവര് വളരെ അക്സറുൽ മുഫസ്സിരീങ്ങളും അധികരിച്ച മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് ഈ ഷഹാദത്ത് അത് ആഖിറത്തിൽ വെച്ചായിരിക്കും. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച ഒരു കൂട്ടരാണ് നമ്മൾ. അല്ലാഹു എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅന്നല്ലാഹ അസ്സ വജൽ ഖദ് ഔളഅ സുബുൽ വഅർസല റുസുൽ ഫബല്ലഗു വനസഹു വദക്കറു ഫഅൽമി മുദ്ദക്കിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ഇവിടെ അയച്ചു. അല്ലാഹു ആ അമ്പിയാക്കന്മാര് അവരിൽ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം അവർ നിർവഹിച്ചു. ജനങ്ങൾക്ക് അവർ നസീഹത്ത് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ട നിലക്കുള്ളതായ ഉപദേശങ്ങളൊക്കെ നൽകി. അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ശേഷം ഖിയാമത്ത് നാളില് പിന്നെ മഹ്ശറിയിൽ വരുമ്പോൾ അവിടുന്ന് ഒരു സംഭവം ഉണ്ടാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്ന ഓരോ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കും. അവർ പറയും നൂഹ് നബി അലൈഹി സ്വലാത്തു, കാരണം അവരങ്ങനെ 1000 കൊല്ലം ജീവിച്ചുതാ, എന്നിട്ട് 50 കൊല്ലം മാത്രമേ ഒരു സുഭിക്ഷമായ വർഷമായി കൊണ്ട് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളൂ. 950 വർഷം ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്, ജനങ്ങളെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്. അപ്പൊ മൂപ്പരെ കൊണ്ടുവരുമ്പോൾ ഈ കൗമിനോട്, മൂപ്പരെ ജനങ്ങളോട് ചോദിക്കും, ഇയാൾ നിങ്ങൾക്ക് പ്രബോധനം നടത്തിയോ? അപ്പൊ അവർ പറയും, മൂപ്പര് ഞങ്ങൾക്ക് യാതൊരു പ്രബോധനം നടത്തിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഓരോ നബിമാരെ കൊണ്ടുവരുമ്പോഴും ആ നബിമാരോടൊക്കെ ചോദിക്കുക. അപ്പൊ ആ നബിമാരോട് ചോദിക്കൂ, അവരെ ഉമ്മത്തിനോട് ചോദിക്കും. അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്ന ഈ നബിയൊന്നും ഞങ്ങൾക്ക് എന്തായിട്ടില്ല, ഒരു പ്രബോധനം നടത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ അമ്പിയാക്കന്മാരോട് പറയും, നിങ്ങൾക്ക് ആരാണ് ഇതിന്റെ സാക്ഷിയുള്ളതെന്ന് ചോദിക്കും. അപ്പൊ അമ്പിയാക്കന്മാര് പറയും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, ഇതിന് ഞങ്ങൾക്ക് സാക്ഷി പറയാൻ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിന്റെ ഉമ്മത്തുമാണുള്ളതെന്ന്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ സാക്ഷി പറയാം? അമ്പിയാക്കന്മാർ ഇവിടെ ദഅവത്ത് നടത്തിയപ്പോൾ നമ്മളൊപ്പണ്ടായിരുന്നോ? സാക്ഷി പറയണമെങ്കിൽ ഒന്നുക്ക് ആ സംഭവത്തിനെ പറ്റി ഉറപ്പായ ഒരു വിവരം നമുക്ക് കിട്ടണ്ടേ? അപ്പൊ നമ്മളിവിടെ മഹാനാവുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടിട്ട്, വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പറയുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞോളന്നില്ല, നമ്മളിൽ നിന്നുള്ളതായ ആ ആയത്ത് അതിന്റെ വായറ് മത്രൂക്കത്താണെന്നാണ് പറയണത്. ലിതകൂനു ശുഹദാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷാഹിദീങ്ങളെല്ലാം. അപ്പൊ ഏതായാലും അത് എല്ലാവരും ആവട്ടെ, ആവാതിരിക്കട്ടെ. അതല്ലെങ്കിൽ ആത്മാവ് ശരീരവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ആ ആത്മാവിനിക്ക് വിശുദ്ധമായ ആത്മാവോട് കൂടിച്ചേരുമ്പോൾ ആ വിശുദ്ധ ആത്മാവിലുള്ളതായ ആ നന്മതിലേക്ക് പകരമില്ല. അതൊക്കെ വേറെ അഭിപ്രായങ്ങളാണ്. ഏതായാലും വേണ്ടില്ല, ഒരു വിഭാഗം ആളുകൾ നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ സാക്ഷി പറയുമ്പോൾ, സാക്ഷി പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ സാക്ഷി പറയുമ്പോൾ അവരെ കൂടിക്കൊണ്ട് സാക്ഷി പറയാൻ പറ്റാത്തവരും പറയും. ഏതായാലും നമ്മളവിടെ മഹാന്മാരാവുന്ന അമ്പിയാവിനിക്കും അവരെ ഉമ്മത്തിനൊക്കെ അവർ ദഅവത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ദഅവത്തിനെ അവരെന്തായിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അള്ളാഹിന്റെ മുന്നിൽ സാക്ഷി പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം.